പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഏശയ്യ 33 2 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. പ്രിയ തമ്പുരാനെ, ഈ തിരുവചനത്തിലൂടെ വലിയൊരു ആശ്വാസമാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത്. അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ, കഷ്ടതയുടെ കാലത്ത് പോലും നമുക്ക് രക്ഷയായിരിക്കുന്നവനെന്ന്. തിരുവചനം ഇന്ന് നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന്. ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ, ഈശോയോട് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന്, എപ്പോഴും നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന്, നിൻ്റെ കരുണയും സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വരവിനായി, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ. അതിനായി നമ്മെ ഒരുക്കുവാൻ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ എല്ലാം ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കരം നമ്മെ താങ്ങി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇന്ന് സുഗമമായി വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കരം താങ്ങുന്നത് കൊണ്ട് മാത്രം ആ ഈശോ നമ്മോട് പറയുകയാണ്, കഷ്ടതയുടെ കാലത്ത് പോലും അവിടുന്ന് നമുക്ക് രക്ഷയായിരിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണോ? നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ? അപ്പോഴെല്ലാം എനിക്കും നിങ്ങൾക്കും വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കണം. നമ്മുടെ രക്ഷകനായ ഈശോയെ, സദാ നമ്മെ കാത്തുപാലിക്കുന്ന, അവിടുത്തെ കരത്തിൻ കീഴിലായിരിക്കുന്ന, നമ്മെ കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കഷ്ടതയുടെ കാലത്ത് പോലും നമ്മെ സഹായിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, അവിടുത്തെ വരവിനായി കാത്തിരിക്കുവാൻ നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. ആമേൻ.